ഞാൻ ഗേ ആണോ, അതായത് ഞാൻ കുണ്ടനാണോ എന്നൊരു സംശയം എൻ്റെ അടുത്ത് ഒരുത്തൻ ചോദിച്ചതാണ്. ഞാൻ നാട്ടിൽ ഇപ്രാവശ്യം പോയപ്പോൾ അവൻ എന്നെ പേഴ്സണലി വിളിച്ച് കാണാൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ഞാൻ കുണ്ടനാണോ, എനിക്കത് ആണെങ്കിൽ എനിക്കത് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ. ഇങ്ങനെയാണ് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചത്. അത് ആക്ച്വലി ഒരു സെക്ഷൽ ഐഡൻറ്റിറ്റി അല്ല, അതൊരു ലൈഫ് ടൈം സെൻറ്റൻസ് ആകാൻ കഴിഞ്ഞുവെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എങ്ങനെയാണ്, അത് ഞാൻ മാത്രം അനുഭവിക്കുന്ന ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള ടോർച്ചറാണ്. എനിക്കത് വെളിയിലോ എൻ്റെ ഫാമിലിയുടെ അടുത്ത് പറയാൻ പേടിയാണ്, മടിയാണ്. ഇങ്ങനെയൊക്കെയാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അവൻ ആക്ച്വലി ഇപ്പോൾ PG ഒക്കെ കഴിഞ്ഞു, 25 വയസ്സായി. വീട്ടിൽ കല്യാണമൊക്കെ നോക്കട്ടെ എന്നൊക്കെ അവൻ്റെ അടുത്ത് ചോദിക്കണു അത്ര. ആളൊരു മുസ്ലിം കാസ്റ്റിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് പെട്ടെന്ന് മാരേജ് സാധാരണ നടക്കാറുണ്ട് ഇത്ര. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്ലാസ്മേറ്റ്സ് ഒക്കെ മച്ചാനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വല്ലാത്തൊരു സോഫ്റ്റാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ ക്രഷ് ഒരു ആൺകുട്ടിയോടായിരുന്നു. ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്, എന്തെങ്കിലും വഴിയുണ്ടോ? പേഴ്സണലി ഞാൻ അവൻ്റെ ഫോൺ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ സെർച്ച് ചെയ്തത്. ഇതിൽ നോക്കിയപ്പോൾ എനിക്കും ശരിക്കും പറഞ്ഞ ഒരു ഞെട്ടലാണ് ആക്ച്വലി ഉണ്ടായിരുന്നത്. കുറെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഫോട്ടോസ്, കുറെ ആണുങ്ങളുടെ വീഡിയോസ്, ഈ ജോൺ അബ്രാമിൻ്റെ ഷാറുഖ് ഖാൻ്റെ ഒക്കെ മസിൽ കാണിക്കണ വീഡിയോസ്, ഇതൊക്കെയാണ് അവൻ്റെ ഫോൾഡറിൽ കൂടുതലും ഉണ്ടായിരുന്നത്. ഓക്കെ ഫൈൻ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. ഇങ്ങനെയാണ് അവൻ അതിന് ഉത്തരം പറഞ്ഞത്. എന്നിട്ട് അവനൊരു പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പിലാകാൻ ശ്രമിച്ചു ഇത്ര. പക്ഷെ എനിക്ക് അവളെ എങ്ങനെ കെയർ ചെയ്യണം എന്നറിയില്ല. അതും കൊണ്ട് അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, പക്ഷെ എനിക്ക് ഒരു ഇഷ്ടം അവളോട് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവന് ആക്ച്വലി ഒരു പോൺ അഡിക്റ്റഡ് ആണ്. അപ്പോൾ കുറേ വീഡിയോസ് അവൻ്റെ മൊബൈലിൽ അത് ഉണ്ടായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം പ്രത്യേക ആക്ച്വലി ഒരു ഗേ കപ്പിൾസിൻ്റെ ആക്ച്വലി വീഡിയോസാണ് അതിൽ കൂടുതലും ഉണ്ടായിരുന്നത്. അവൻ പറഞ്ഞു, ഞാൻ എല്ലാം ഡിലീറ്റ് ആക്കാൻ ശ്രമിക്കാറുണ്ട്, ഡിലീറ്റ് ആക്കിയിട്ടുമുണ്ട്, കുറച്ചു കാലം കൺട്രോൾ ചെയ്യാറുണ്ട്, ഇതൊന്നും പാടില്ല എന്ന് അറിയാം, പക്ഷെ വീണ്ടും ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫാൻറ്റസിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, ഞാൻ ഇതൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യുന്നു. അങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്തപ്പോൾ അവൻ മനസ്സിലാക്കിയത് ഞാൻ എന്താണ് എന്നത്. അതുമാത്രമല്ല അവൻ പറഞ്ഞത്, പക്ഷെ ഇത് എങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറയും, ഇനിയിപ്പോൾ ഞാൻ ഇത് നാട്ടുകാരറിഞ്ഞാൽ നാട്ടുകാരൊക്കെ കാണുമ്പോൾ എന്നെ തല്ലില്ലേ. ഞാനും എൻ്റെ കൂട്ടുകാരനൊക്കെ ബസ് സ്റ്റാൻഡിൽ പണ്ട് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുണ്ടനുണ്ടായിരുന്നു. അയാൾ തലയും താഴ്ത്തിയിട്ട് നടന്നു പോകണം, ഒരു വയസ്സായ ഒരാളാണ്, 45 വയസ്സായാണ്. അപ്പോൾ വേറൊരു ക്ലബിലെ കുറച്ച് ഞങ്ങളുടെ ആൾക്കാർ വന്നിട്ട് അയാൾ ബസ് കയറാൻ പോകുമ്പോൾ വെറുതെ തല്ലിയിട്ട് പോകണം അയാളെ. അത് അങ്ങനെയാണ്, നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. അപ്പോൾ കാണുന്നവരൊക്കെ ചിലപ്പോൾ അയാളെ തല്ലിയായിരുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ സംഭവം നടന്നിട്ട് ഒരു 8-9 വർഷമായി, നമ്മുടെ കൺമുമ്പിൽ കണ്ടാണ്. അപ്പോൾ ഈ കാര്യമാണ് അവൻ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞത്, എന്നെ അതുപോലെ തല്ലില്ലേ എന്ന്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് ഒരു ഡയലോഗ് പറഞ്ഞു, എനിക്ക് ഞാനായിട്ട് ജീവിക്കണം എന്ന്. എന്നിട്ട് കുറെ കരഞ്ഞു അവൻ. പക്ഷെ അവനിപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ട്, അത് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയായിട്ട് അവൻ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, അങ്ങനെ കുറെ ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്, എല്ലാവരും മുന്നിൽ ഞാൻ കമ്മിറ്റഡ് ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട്, ഒക്കെ ഫൈൻ. പക്ഷെ അതൊക്കെ ഫേക്കാണ്. അവൻ രാത്രി പോയിട്ട് പോൺ വീഡിയോസ് കാണുന്നത് ഗേ കപ്പിളുടെ പോൺ വീഡിയോസ് തന്നെയാണ്. അതുപോലെ ഗൂഗിളിൽ സൂം ചെയ്യണത് ഒക്കെ ഒരു ആണിനെയാണ് അവൻ കണ്ട് ആസ്വദിക്കുന്നത്. ഇതിങ്ങനെ നോക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്തത് തെറ്റാണ്, എൻ്റെ മനസ്സ് ഇങ്ങനെയല്ല, എനിക്ക് മാറ്റാൻ അവൻ ശ്രമിക്കണു, അത് വേഗം ഓഫ് ചെയ്യുന്നു, ഡിലീറ്റ് ആക്കുന്നു, ഇത് വീണ്ടും റിപ്പീറ്റ് ആണോ. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഫ്രസ്ട്രേഷൻ കൂടിക്കൂടി വരികയാണ്. അതുമാത്രമല്ല, വേറെ ഇപ്പോൾ വിപ്ലവകരമായിട്ടുള്ള ഗേ കപ്പിൾസൊക്കെ കല്യാണം കഴിക്കുകയും ചെയ്തല്ലോ, അവരുടെ താഴെ പോയിട്ട് എല്ലാവരും അറിയണ രീതിയിൽ ഇവരെ കളിയാക്കിക്കൊണ്ടിട്ട് ഇവൻ കമൻ്റ് ഇടുകയും ചെയ്തു, ട്രോൾ ചെയ്യുകയും ചെയ്തു. പക്ഷെ അവൻ്റെ മനസ്സിൽ അതൊക്കെ ഭയങ്കര എന്താ പറയുക, വീർപ്പ് മുട്ടുക ചെയ്യുന്നത്. ഞാൻ അങ്ങനെയല്ല എന്ന് സ്വയം അവൻ മാറ്റാൻ ശ്രമിക്കുകയാണ്. സത്യം പറയല്ല, അത് നിന്റെ ഐഡൻറ്റിറ്റിയാണ്. അത് മാറ്റാൻ ശ്രമിക്കും തോറും നീ ഡിപ്രഷനിലേക്ക് പോവുള്ളൂ. ലാസ്റ്റ് നീ തൂങ്ങിച്ചാവല് മാത്രമാണ് നിനക്ക് ഒരു പോം വഴി ഉണ്ടാവുള്ളൂ എന്ന് നീ വിചാരിക്കും. സത്യം പറയല്ലോ, നീ ഒരു ഗേനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്.
മറ്റുള്ളവരെയല്ല, നീ നിന്റെ ഉള്ളിലുള്ള ആളെ തന്നെയാണ് നീ കൊല്ലാൻ ശ്രമിക്കുന്നത്. പക്ഷെ ദർ ഈസ് എ ഡാർക്ക് ട്രൂത്ത്. എന്താ വെച്ചാ, നീ എത്ര കൊല്ലാൻ ശ്രമിച്ചാലും അവന് മരണമില്ല. അവൻ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, ജീവനോടെ. ആൻഡ് നൗ യു ആർ ജസ്റ്റ് വെൽ ഡ്രസ്ഡ് കോപ്സ്. ഗേ ആണോ എന്നതൊരു ലേബലല്ല, അതൊരു സർവൈവലിനായിട്ട് ഒരുപാട് പേര് ചെയ്യുന്ന കള്ളത്തരമായിട്ടുള്ള ഒരു സത്യം തന്നെയാണ്. അത് മറ്റുള്ളവരൊരു പരിഹാസമായിട്ട് നീ കാണരുത്. അത് നീ ചെയ്യുന്ന ഒരു ഇമോഷണൽ റേപ്പാണ്. നീ ഗേ ആണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് വേണച്ചാൽ പുഞ്ചിരിച്ച് നിനക്ക് മറക്കാൻ, നിനക്ക് അതിന് എതിരെ ഫൈറ്റ് ചെയ്യുക, എന്ത് വേണിച്ചാലും ചെയ്യാം. പക്ഷെ നിന്റെ മനസ്സിനുള്ളിൽ എപ്പോഴും തീക്കനൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നീ എൻ്റെ അടുത്താണ് ആദ്യമായിട്ട് ഞാനൊരു ഗേ ആണെന്ന് പറയണത്. ആ പറയുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലൊരു ആശ്വാസം ഉണ്ടായത് ഞാൻ കണ്ടു, നിന്റെ കണ്ണിലൊരു തെളിച്ചം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ നീ ഇപ്പോൾ ഒരു റിയൽ ലവിനായിട്ട് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിലൊരു ഫേക്കിസം ഉണ്ടാക്കിയിട്ട് നീ നിന്നെ തന്നെ ഇല്ലാതാക്കാൻ നീ ശ്രമിക്കരുത്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിനക്ക് വേണ്ട പാർട്ട്ണറെ നീ ശരിക്കും കണ്ടെത്തുക. സൊസൈറ്റി എന്തോ വിചാരിച്ചോട്ടെ, പക്ഷെ ജീവിക്കുന്നത് നീയാണ്. നീയായിട്ട് തന്നെ ശരിക്കും ജീവിക്കുക. അപ്പോൾ സമാധാനം ഉണ്ടാവും, അതിൽ സന്തോഷം ഉണ്ടാവും, പ്രണയം ഉണ്ടാവും. അത് ലൈഫ് ലോങ് മുന്നോട്ട് നന്നായിട്ട് തന്നെ പോവും.